ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാളെ? എല്ലാവർക്കും ഫുഡ് ഇഷ്ടമാണ് അല്ലേ? എനിക്കും ഒരുപാട് ഫുഡ് ഇഷ്ടമുള്ള ഒരാളാണ്. അത് ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അത് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. എനിക്ക് പണ്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഫുഡ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് നമ്മൾ കഴുകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. പിന്നെ സത്യമായിട്ട് അങ്ങനെ വലിയ കുക്കിംഗ് അങ്ങനെയൊന്നും അറിയുന്ന ആളൊന്നും അല്ലായിരുന്നു. ഇപ്പോഴും അറിയത്തൊന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്ത് അറിയില്ല എന്ന് ചോദിച്ചാലും നമുക്ക് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു മനുഷ്യരും ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നത്, ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന മനുഷ്യന്മാർ കള്ളന്മാരാ, മടിയന്മാരാ. കാരണം നമുക്ക് വിരൽത്തുമ്പിലൊന്ന് തൊട്ടാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇല്ലേ? ഇപ്പം എനിവേ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പം എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പം ഈ ഫുഡ് ഉണ്ടാക്കുന്ന നല്ലൊരു ഹോബിയാണ്, നല്ലൊരു ലെഷർ ടൈമാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, ആസ്വദിച്ച് അതിൻ്റെ സമയമൊക്കെ എത്രയും സ്പെൻഡ് ചെയ്യുന്നു. അതിപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, എനിക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ജോലിക്ക് പോകണു, തിരിച്ചു വരുന്നു, ജിമ്മിൽ പോകണു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിനോദങ്ങൾ. പുറത്ത് പോയി ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കലോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അടിച്ചുപൊളി മുഴുവനും ഞാൻ എന്നിലോട്ട് ഒതുങ്ങി അങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കുറവാണ്. അപ്പോൾ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കൽ കുറവായതുകൊണ്ട് ആ ഫുഡൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കണ്ടേ. അങ്ങനെയായിട്ട് ഞാൻ ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വലിയ മടിയൊന്നുമില്ല. കാരണം അത് എനിക്ക് ഭയങ്കര ഇത് തന്നേക്കുന്നത്. ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനത് മുഴുവനും എനിക്ക് കഴിക്കാൻ, ഒരു ദിവസം കൊണ്ട് കഴിക്കാനൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് തിന്ന് കഴിക്കാമെന്ന് പോകാം. അല്ല കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞാൻ 2 ചപ്പാത്തി മാത്രം കഴിക്കും. ബാക്കി നമുക്ക് നാളെ ഉണ്ടാകും, മറ്റന്നാളൊക്കെ ഉണ്ട്. ഉണ്ടാക്കുമ്പം ഒരു 3-4 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ബട്ടർ ചിക്കൻ കേട്ടോ. ഇത് ഇന്നത്തെ പരീക്ഷണമാണ്. ബട്ടർ ചിക്കൻ പരീക്ഷിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഇച്ചിരി ഈ സംഭവം ഇട്ട് പൊട്ടിക്കണേ. അതെൻ്റെ ഒരു എക്സ്ട്രാ ആഡ് ചെയ്ത ഒരു സംഭവം കേട്ടോ. എനിവേ ഇതാ നല്ല ചിക്കൻ ബ്രസ്റ്റാണ്. അത് നമുക്ക് സൈഡിൽ ഒഴിക്കണം, അവിടെ ഒഴിക്കും. ഇവിടെ ഒഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് വെക്കാം. ഞാൻ അധികം നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണമെന്നില്ല. എന്നാലും രസമല്ലേ ഇങ്ങനെ നിങ്ങളോടൊക്കെ. ഇങ്ങനെ വീഡിയോയിലൂടെയൊക്കെ പറയുമ്പം എൻ്റെ കൂടെ ആരോടോ ഞാൻ സംസാരിക്കുവാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ ഞാൻ അങ്ങനെ കഴിക്കണേ. എനിക്ക് ഭയങ്കര രസം പിന്നെ നിങ്ങളോടൊക്കെ സംസാരിച്ച്. ആരും എൻ്റെ മുമ്പിലുണ്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ. ഇത് നിങ്ങളെല്ലാം കാണുമല്ലോ ഞാൻ കഴിക്കുന്നത്. എൻ്റെ പട്ടിച്ചോണ്ടാ ഇച്ചിരി പുളി കൂടിപ്പോയിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ആദ്യം വെച്ചായിരുന്നു അങ്ങനെ ബട്ടർ ചിക്കൻ്റെ പാക്ക്. അത് ബട്ടർ ചിക്കൻ മസാല വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇവിടുത്തെ നല്ല ഇച്ചിരി പുളിപ്പ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഉണ്ട്. തക്കാളി ഞാൻ കളറായിട്ടായിരുന്നു, നാരങ്ങ വെച്ചൊന്നും അല്ല ഒക്കെയായിരുന്നു. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. നമുക്ക് ഒരുപാട് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പം നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുതന്നെ വലിയ സന്തോഷം. എന്നെ കേൾക്കാനും അതിൽ കമൻ്റ് ഇടാനും സ്നേഹിക്കാനും അതൊക്കെ വലിയ കാര്യമാണ് എനിക്ക്. അപ്പം വേറൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു കാര്യവുമായിട്ട് പിന്നെ കാണാം. ബൈ.